പഠിക്കാൻ പോകുന്നത് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ്. ഇത് ത്രെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ ത്രെഡ്? ത്രെഡ് എന്ന് പറയുന്നത് ദിസ് എ ലൈറ്റ് വെയ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രോസസ്സിംഗ് എന്നാണ് ത്രെഡിനെ നമ്മൾ പറയുന്നത്. എന്താണ് ഈ പ്രോസസ്സ്? പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എവിടെയാണ് സേവ് ചെയ്യുന്നത്? ഹാർഡ് ഡിസ്കിനകത്താണ് സേവ് ചെയ്യുന്നത്. ആ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രോഗ്രാം എന്ന് വിളിക്കും. ആ പ്രോഗ്രാം ഹാർഡ് ഡിസ്കിൽ നിന്നും നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കും? പ്രോസസ്സ് എന്ന് വിളിക്കും. ഇത്രയാണ് പ്രോഗ്രാമും പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിനകത്താണ് കിടക്കുന്നത്. അതേ പ്രോഗ്രാം നമ്മൾ മെയിൻ മെമ്മറിക്കകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കും? പ്രോസസ്സ് എന്ന് വിളിക്കും. ഈ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സാണ്. അതിന് കാരണം, ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അത് പ്രോസസ്സ് യൂസ് ചെയ്യുന്നതിന്റെ അത്രയും മെമ്മറി എന്ത് യൂസ് ചെയ്യുന്നില്ല? ത്രെഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ലൈറ്റ് വെയ്റ്റ് എന്ന് വിളിക്കാൻ കാരണം. ഇനി മൾട്ടി ത്രെഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ത്രെഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൾട്ടി ത്രെഡിങ് എന്ന് വിളിക്കുന്നത്. ഈ കൺസെപ്റ്റ് ആണ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അനിമേഷൻസിനകത്തും ഗെയിംസിനകത്തും എല്ലാം യൂസ് ചെയ്യുന്ന ഇതേ കൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ത്രെഡ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഈ പ്രോസസ് 1 എന്ന് വിചാരിക്കുക. ഈ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ അകത്ത് ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഞാനൊരു അറേ യൂസറിൽ നിന്ന് റീഡ് ചെയ്യുന്നു. ആ അറേക്കകത്തുള്ള മിനിമം വാല്യൂം കണ്ടുപിടിക്കണം, മാക്സിമം വാല്യൂം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിനെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തായിട്ടാണ്? ഫസ്റ്റ് വൺ, ഞാൻ എന്ത് ചെയ്യുന്നു? യൂസറിൽ നിന്നും അറേ റീഡ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ട് റീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ദെൻ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ അറേയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് വേറൊരു ഫംഗ്ഷനാണ്. അടുത്തത് മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് അടുത്ത ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, T1, T2, T3. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ അകത്ത് ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്? 3 ത്രെഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ത്രെഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? T1 എന്ന് പറയുന്നത് അറേ റീഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. T2 എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ അകത്തുള്ള മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നത്. T3 എന്ന് പറയുന്ന മിനിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നോക്കി, ഈ ഒരു മൂന്ന് കാര്യങ്ങളും എന്താ ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ്സിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്മറി ഷെയർ ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു അറേ കിട്ടിയാൽ മാത്രമേ അതിന്റെ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അറേ റീഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ആ ത്രെഡ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത് മിനിമവും മാക്സിമവും ആണ്. ഒരു അറേയുടെ മിനിമം കണ്ടുപിടിച്ചിട്ട് മാത്രമേ മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അല്ലെങ്കിൽ മാക്സിമം കണ്ടുപിടിച്ചിട്ട് മാത്രമേ മിനിമം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല. നമുക്കതിനെ പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ആള് എന്ത് ചെയ്യുന്നു? മിനിമം കണ്ടുപിടിക്കുന്നു, വേറൊരാള് മാക്സിമം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ചെയ്തുകൂടെ? അപ്പൊ ഇതാണ് എന്തിന്റെ എക്സാമ്പിൾ? മൾട്ടി ത്രെഡിങ്ങിന്റെ എക്സാമ്പിൾ. അതായത് നമുക്ക് മിനിമം കണ്ടുപിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ മാക്സിമവും കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ത്രെഡ് സൈമിൾട്ടേനിയസ്ലി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൾട്ടി ത്രെഡിങ് എന്ന് വിളിക്കുന്നത്. ത്രെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ദേ ക്യാൻ ഒക്കെ എക്സെപ്ഷൻ ഇൻ വൺ. ഇപ്പോ ഒരു ത്രെഡിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക, എങ്കിൽ അത് മറ്റേ ത്രെഡിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. മറ്റേ ത്രെഡ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യും. എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ത്രെഡ് മാത്രമേ വർക്ക് ചെയ്യാതെ ഉള്ളൂ. അതായത് ഒരു ത്രെഡിനകത്ത് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഹോൾ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ മാത്രമേ, ആ ഒരു പർട്ടിക്കുലർ ത്രെഡിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ മിനിമവും മാക്സിമവും കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമിനകത്ത് മിനിമത്തിനകത്ത് ഒരു എറർ ഉണ്ടായെന്ന് വിചാരിക്കുക. That does not affect the program that find the maximum element of an array. Okay, അതാണ് അവിടെ പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ആ അറേയെ രണ്ടുപേരും, സെയിം അറേയാണ് രണ്ടുപേരും യൂസ് ചെയ്യുന്നത്. That is, it shares common memory area. ഇതാണ് ത്രെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. Now, what are the advantage of
അഡ്വാൻറ്റേജസ് ഓഫ് ത്രെഡ്. ത്രെഡിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ബ്ലോക്ക് ദി യൂസർ. ഇറ്റ് ഡസ് നോട്ട് ബ്ലോക്ക് ദി യൂസർ. അതായത് ഞാനിപ്പോ മിനിമം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ മിനിമം കണ്ടുപിടിച്ചിട്ട് മാത്രമേ മാക്സിമം കണ്ടുപിടിക്കാവൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവന് വേണമെങ്കിൽ പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഓപ്പറേഷൻ നമുക്ക് സെയിം ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി യു ക്യാൻ പെർഫോം മെനി ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, സിൻസ് വി ആർ ഏബിൾ ടു പെർഫോം മെനി ഓപ്പറേഷൻ ടുഗദർ, ഇറ്റ് സേവ്സ് ടൈം. നമ്മൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി മിനിമം കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് മാക്സിമം കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ത്രെഡ് ആർ ഇൻഡിപെൻഡന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ത്രെഡ് ആർ ഇൻഡിപെൻഡന്റ് കാരണം ഒരു പ്രോഗ്രാം, ഒരു ത്രെഡിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റ് ത്രെഡ്സിനെ അഫക്ട് ചെയ്യത്തില്ല. ദിസ് ഈസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ത്രെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ത്രെഡിന്റെ ഒരു ബേസിക് ഐഡിയ തരുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാം കണ്ടു നോക്കാം. 2 എക്സാമ്പിൾ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ 2 സ്റ്റാറ്റിക് ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഒന്ന് ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ എഴുതുന്നു, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ എഴുതുന്നു. അതിനകത്ത് ഞാനൊരു മെസ്സേജ് പാസ് ചെയ്യണം. ആ മെസ്സേജ് ഞാൻ ഒരു 100 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്യുന്നു വിചാരിക്കും. 100 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്യാണ്. i++ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ. എന്നിട്ട് ആ മെസ്സേജ് എന്താണോ ആ മെസ്സേജ് ഞാൻ 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യാണ്. അതിപ്പം നിങ്ങൾക്ക് ശരി 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഒന്ന് വിളിക്കുകയാണ്. ഡിസ്പ്ലേ ഞാൻ ആദ്യം ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഡിസ്പ്ലേ ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്റ്റാറ്റിക് അല്ലാതെ ആരോ ചോദിച്ചായിരുന്നു, സ്റ്റാറ്റിക് അല്ലാതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിളിച്ചുകൂടിയായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇരിക്കട്ടെ. ടെസ്റ്റ് ടിയുടെ ടെസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? t.display വിളിക്കുന്നു. ഇങ്ങനെയും വർക്ക് ചെയ്യിക്കാം. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ t.display വിളിക്കുകയാണ് വിത്ത് അനദർ മെസ്സേജ്. എന്തെന്ന് പറയാം, ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ t.display വിളിക്കുന്നു. അപ്പോൾ ഹലോ വേൾഡ് 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ് 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഓക്കെ, ഞാനൊന്ന് കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്യപ്പോൾ ഐ നോട്ട് ഡിക്ലെയർഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഐ ഡിക്ലെയർ ചെയ്യണം. സോ ഇൻറ്റ് ഐ ഞാൻ ഡിക്ലെയർ ചെയ്തു. ശരി, എറർ ഒന്നുമില്ല. സോ ഐ ആം റണ്ണിങ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാണ്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ് എന്ന് പറഞ്ഞ് 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കാണിക്കാൻ പറ്റുന്നവരെ കാണിക്കാം. നമുക്ക് ആദ്യം ഹലോ വേൾഡ് എല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് പ്രിന്റ് ചെയ്യിക്കുന്നത്. അടുത്തത് ഇപ്പോൾ ഇത്രയും വരെ എൻ്റെ സ്ക്രീൻ കാണുന്നുള്ളൂ. ഓക്കെ, പോയി. സൈമിൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തത് എന്താണ്? വൺ ആഫ്റ്റർ ദി അതർ ആയിട്ടാണ് ചെയ്തത്. ആദ്യം ഹലോ വേൾഡ് 100 പ്രാവശ്യം പ്രിന്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് പ്രിന്റ് ചെയ്തു? പിന്നെ ഇൻട്രൊഡക്ഷൻ ടു 100 പ്രാവശ്യം പ്രിന്റ് ചെയ്തു. അങ്ങനെയാണ് പ്രിന്റ് ചെയ്തത്. ഇപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഞാനൊരു ത്രെഡാക്കി മാറ്റാൻ പോവാണ്. അപ്പൊ ത്രെഡാക്കി മാറ്റുമ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ത്രെഡ്? ത്രെഡ് എന്ന് പറയുന്നത് നമുക്ക് പാരലൽ എക്സിക്യൂഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ് പാരലൽ എക്സിക്യൂഷൻ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം, പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം, ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും വൺ ആഫ്റ്റർ ദി അതർ പ്രിന്റ് ചെയ്യാം. അതായത് ഓഡ് നമ്പർ പ്രിന്റ് ചെയ്യാം, പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിബൊനാച്ചി നമ്പർ പ്രിന്റ് ചെയ്യാം.
ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ? അതായത് പ്രൈം നമ്പർ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓഡ് നമ്പർ കണ്ടുപിടിച്ചിട്ട് മാത്രമേ പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. നമുക്ക് ഇത് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാള് ഓഡ് നമ്പർ കണ്ടുപിടിച്ച് കഴിയുന്നത് വരെ പ്രൈം നമ്പർ കണ്ടുപിടിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഓഡ് നമ്പർ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രൈം നമ്പർ കണ്ടുപിടിക്കാം. ഓഡ് നമ്പറും പ്രൈം നമ്പറും കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആരെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഫിബൊനാച്ചി നമ്പറിനെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തല്ല, ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ള കാര്യം, ഇതിനെ ത്രെഡായിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നോക്കാം. ശരി, സാധാരണ ഒരു ടെസ്റ്റ് ക്ലാസ്, ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതേ കാര്യത്തിന് ഞാൻ ഒരു ക്ലാസ് ഫയലിനകത്ത് എഴുതാൻ പോവാണ്. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ പേരെന്ന് പറയുന്നത് ഞാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കൊടുത്തു. ഡിസ്പ്ലേ.java. എന്നിട്ട് ആ ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേക്കകത്ത് എഴുതുകയാണ്. ക്ലാസ് ഡിസ്പ്ലേ. ഈ ഫംഗ്ഷൻ ഞാൻ എന്തിനകത്ത് എഴുതുന്നു? ഡിസ്പ്ലേക്കകത്ത് എഴുതുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ടെസ്റ്റിൻ്റെ ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം ഡിസ്പ്ലേയുടെ ഫംഗ്ഷൻ എഴുതി. ഡിസ്പ്ലേ d=new display. ഓക്കെ, എന്നിട്ട് d.display ആൻഡ് d.display hello worldും നേരത്തെ ചെയ്ത ഞാനൊന്നും മാറ്റിയിട്ടില്ല, ഒരു ക്ലാസ്സിനകത്താക്കി. ആ ഫംഗ്ഷനെ ഒരു ക്ലാസ്സിനകത്താക്കി, വേറൊരു ക്ലാസ്സിനകത്താക്കി. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഞാനാണെങ്കിൽ ടെസ്റ്റിന് പകരം ആരുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു? ഡിസ്പ്ലേയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ റൺ ചെയ്യാണ്. ഓക്കെ, സെയിം റിസൾട്ട് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. test.java കമ്പൈൽ ചെയ്യുന്നു. സെമിക്കോളൻ മിസ്സായി. സോ സെമിക്കോളൻ ഇട്ടു. എറർ ഒന്നുമില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തതിനു ശേഷം ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ് പ്രിന്റ് ചെയ്യുന്നു. നൗ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാനൊരു ത്രെഡാക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ത്രെഡ് ക്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇത് ജസ്റ്റ് നമുക്ക് എന്താണ് ത്രെഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ ഒരു ക്ലാസ്സിനെ ഒരു ത്രെഡ് ക്ലാസ് ആയിട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, സാധാരണ ഒരു ക്ലാസ്സിനെ ഞാൻ എന്താക്കി മാറ്റുകയാണ്? ത്രെഡ് ക്ലാസ് ആക്കി മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? അവിടെ ഞാനാണെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഒരു void run എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പബ്ലിക് void run എന്ന് പറയുന്ന ക്ലാസ് എഴുതണം. ആ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ത്രെഡ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം പറയണം. എനിക്കറിയാം, എനിക്ക് മെസ്സേജ് എന്ന് പറയുന്ന സാധനം എനിക്ക് 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. ഓക്കെ, മെസ്സേജ് എന്ന് പറയുന്ന സാധനം 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിസ്പ്ലേ ഞാനങ്ങ് മാറ്റി. മെസ്സേജ് എന്ന് പറയുന്ന സാധനം എനിക്ക് എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യണം? 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മെസ്സേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മെസ്സേജിനെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യും? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൽ നിന്ന് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം? ഈ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനം സെറ്റ് ചെയ്യണം. എങ്ങനെ സെറ്റ് ചെയ്യാം? അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട സാധനം എന്തൊക്കെയാണ്? ഹലോ വേൾഡ് അല്ലേ? അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ ഹലോ വേൾഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നു? ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി ഞാനാണെങ്കിൽ വേറൊരു ക്ലാസ് എഴുതുന്നു. 2 ക്ലാസ് എഴുതുന്നു. ഒന്ന്
പ്രിന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതുന്നു. പ്രിന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ്. അപ്പോൾ 2 ക്ലാസ്സാണ് ഞാൻ എഴുതിയത്. ഒന്ന് എന്താണ്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും, രണ്ടാമത് ഞാൻ എഴുതി, പ്രിന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി. അപ്പം ഞാൻ നേരത്തെ ചെയ്ത കാര്യത്തിനെ ഞാൻ 2 ക്ലാസ്സായിട്ട് ഞാൻ എഴുതി. ഒന്ന് ഫസ്റ്റ് വൺ എന്ത് ചെയ്തു, ഈ ഡിസ്പ്ലേ, ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ എഴുതി. രണ്ടാമത്തത് എന്ത് ചെയ്തു, ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ് പ്രിന്റ് ചെയ്യുന്ന പോലെ ഞാൻ എഴുതി. ഞാൻ രണ്ടിലും ചെയ്തത് എന്താണ്, 2 ക്ലാസ്സിനെയും ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റെൻസ് ത്രെഡ് ആക്കി. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്തായി, ഒരു ത്രെഡ് ക്ലാസ് ആയി. പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ത്രെഡ് ക്ലാസ് ആണ്. ത്രെഡ് ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ എന്താണോ ആ ത്രെഡ് ചെയ്യേണ്ടത് അത് ഏതിനകത്ത് എഴുതുക, റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുക. റൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുക. ഓക്കെ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സേ ഡിസ്പ്ലേയുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഡിസ്പ്ലേയുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, d ഈക്വൽ ടു ന്യൂ ഡിസ്പ്ലേ. നൗ പ്രിന്റിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, പ്രിന്റ് p ഈക്വൽ ടു ന്യൂ ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, അപ്പോൾ നൗ d എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇസ് എ ത്രെഡ്. അതൊരു ത്രെഡാണ്. p എന്ന് പറയുന്നത് എന്താണ്, ഒരു ത്രെഡാണ്. p എന്ന് പറയുന്നത് ഒരു ത്രെഡാണ്. 2 ത്രെഡ് ഞാൻ ജനറേറ്റ് ചെയ്തു. ഞാൻ ത്രെഡ് ജനറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഉടനെ അത് റൺ എന്ന് പറയുന്ന സാധനം ചെയ്യത്തില്ല. റൺ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കണം. ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് റൺ ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ വെറുതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും, ഒരു ത്രെഡായിട്ട് മാറും. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴാണോ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുന്നത്, ത്രെഡ് ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുന്നത്, അപ്പോഴേ അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവും. അപ്പോൾ ആ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്യും. മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും, എന്തിനെ കോൾ ചെയ്യും, d എന്ന് പറയുന്ന ആരുടെ ഒബ്ജക്റ്റ് ആണ്, ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ റണ്ണിനകത്ത് എന്ത് കോഡാണോ ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും. സിമിലർലി ഞാൻ p ഡോട്ട് സ്റ്റാർട്ട് എന്ന് വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും, p എന്ന് പറയുന്ന ത്രെഡിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, അത് p എന്ന് പറയുന്നത് ആരാണ്, പ്രിന്റ് ഡോട്ട് പ്രിന്റിൻ്റെ അകത്തുള്ള റൺ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യും. ഇതാണ് എക്സിക്യൂഷൻ ഓഫ് എ ത്രെഡ്. ത്രെഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കാര്യം റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നേരത്തെ എങ്ങനെയായിരുന്നു, വൺ ആഫ്റ്റർ ദി അതർ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഹലോ വേൾഡ് എല്ലാം കൂടെ ഡിസ്പ്ലേ ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ് ചെയ്തു. ഇനി ഞാൻ റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, സ്റ്റോപ്പ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാം. നോക്കിയേ, ഒരു 2 യൂണിറ്റ് ഓഫ് ടൈം, അല്ലെങ്കിൽ 2 മില്ലി സെക്കൻഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 മില്ലി സെക്കൻഡ്സ് ആർക്ക് അലോക്കേറ്റ് ചെയ്യും, ഫസ്റ്റ് T1 അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിക്ക് അലോക്കേറ്റ് ചെയ്യും, ഡിസ്പ്ലേക്ക് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഡിസ്പ്ലേ എന്ത് ചെയ്യും, ഹലോ വേൾഡ് കുറച്ച് പ്രിന്റ് ചെയ്യും. അത്രയും സമയം കഴിയുമ്പോൾ അതെന്ത് സംഭവിക്കും, അത് അടുത്ത പ്രോസസ്സിലേക്ക് കൈമാറും. അടുത്ത പ്രോസസ്സ് ആരാണ് ഇവിടെ, അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്ന പ്രിന്റിന്റെ ഒബ്ജക്റ്റ്. അവൻ എന്താ ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ത്രെഡ് പ്രിന്റ് ചെയ്യും. അവൻ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത പ്രോസസ്സ് റൺ ചെയ്യും. അങ്ങനെ നോക്കിയേ, നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 2 പേരും കൂടെ പാരലായിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. മനസ്സിലായോ? നേരത്തെ എങ്ങനെയായിരുന്നു, വൺ ആഫ്റ്റർ ദി അതർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്താ ചെയ്യുന്നത്, കുറച്ച് സമയം ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യും, കുറച്ച് സമയം സെക്കൻഡ് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് സ്പീഡ് അല്ലെങ്കിൽ കംപ്ലീഷൻ ഇൻ ലിമിറ്റഡ് ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് അഡ്വാൻറ്റേജ് ഓഫ് എ ത്രെഡ്. അപ്പോൾ ഒരു ത്രെഡ് എങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ത്രെഡ് ക്ലാസ്സിനെ എങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. സാധാരണ ഒരു ക്ലാസ്സിനെ ത്രെഡ് ക്ലാസ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യുക, എക്സ്റ്റെൻസ് ത്രെഡ് ചെയ്യുക. ദെൻ
നമുക്ക് ആ പർട്ടിക്കുലർ ത്രെഡ് എന്താണോ ചെയ്യേണ്ടത് അത് ഏത് ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുക, void run എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുക. ദെൻ എന്ത് ചെയ്യുക, അതിന് ഒരു ഒബ്ജക്റ്റ് വിളിക്കുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഡോട്ട് സ്റ്റാർട്ട് കോൾ ചെയ്യുക. നമുക്ക് ഒരു ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ത്രെഡ് ഇൻ ജാവയ്ക്കകത്ത് ത്രെഡ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ രണ്ട് വേ ഉണ്ട്. ഒന്ന് എക്സ്റ്റെൻസ് ത്രെഡ് ക്ലാസ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന ഇംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു എന്താണ്, ത്രെഡ് റണ്ണബിൾ ഇന്റർഫേസ്. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഒരു ത്രെഡ് ജാവയ്ക്കകത്ത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ആ രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഇതേ എക്സാമ്പിൾ തന്നെ ഞാൻ ചെയ്യാണ്. ഒന്നും കൂടെ നമുക്ക് കോഡ് എഴുതി നോക്കാം. ആദ്യം ഞാൻ ക്ലാസ് ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേ അത് സാധാരണ ഒരു ക്ലാസ് ആണ്. അത് ത്രെഡ് ക്ലാസ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം, എക്സ്റ്റെൻസ് ത്രെഡ് യൂസ് ചെയ്യണം. എക്സ്റ്റെൻസ് ത്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി, ഒരു ത്രെഡ് ക്ലാസ് ആയിട്ട് മാറി. ത്രെഡ് ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ഫംഗ്ഷൻ എഴുതണം, പബ്ലിക് void run എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതണം. ആ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണോ എനിക്ക് ത്രെഡ് ചെയ്യേണ്ടത് ആ കാര്യം ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യേണ്ടത് ഒരു പ്രൈം നമ്പർ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം ആയിരിക്കും, അത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ഈവൻ നമ്പർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യുന്നത്, അത് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 തൊട്ട് 100 വരെ ഉള്ള ഈവൻ നമ്പേഴ്സ് ഞാൻ ചെയ്യണം. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഈവൻ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. ദെൻ ഐ വാല്യൂ കൂടെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് എപ്പോഴാണ് ഞാൻ പ്രിന്റ് ചെയ്യേണ്ടത്, ഈവൻ ആകുമ്പോൾ. ഈവൻ എപ്പോഴാവുന്നത്, ഐ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്, ഈവൻ നമ്പർ ആണ്. ഓക്കെ, ശരി, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പ്രിന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് പ്രിന്റ് എഴുതി. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ ഉപയോഗിച്ചാണ്. ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റണ്ണബിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർഫേസ് ആണ്. അതിൻ്റെ അകത്ത് പബ്ലിക് void run എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്. അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഇൻ റണ്ണബിൾ ഇന്റർഫേസിനകത്തുള്ള ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, പബ്ലിക് void run എന്ന് പറയുന്നത്. അത് ഞാൻ എന്താണെന്ന് ചെയ്യും. ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 0 വരെ അല്ലെങ്കിൽ 1 to 100 വരെ മൾട്ടിപ്പിൾസ് ഓഫ് 7 ആണ് ഞാൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 7. സോ ഐ മോഡ് 7 ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിന്റ് ചെയ്യും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഐ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 7 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പ്രിന്റ് ചെയ്യുന്നു, ഐ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ശരി, അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇത് 1 to 100 വരെയുള്ള നമ്പറിൽ 7 എന്ന് പറയുന്നതിൻ്റെ മൾട്ടിപ്പിൾസ് ഞാൻ പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്ത് പ്രിന്റ് ചെയ്യുന്നു, 1 to 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഞാൻ പ്രിന്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ്, ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ക്ലാസ് ആണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഡി ഈസ് എ ത്രെഡ് ആണ്. പക്ഷേ ഇവിടെ പിയുടെ ഒബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ
പി ഈസ് നോട്ട് എ ത്രെഡ്. പി എന്ന് പറയുന്നത് എന്തല്ല, ഒരു ത്രെഡ് അല്ല. അത് എന്താണ്, റണ്ണബിൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ക്ലാസ് മാത്രമേ ആയിട്ടുള്ളൂ. അതെപ്പോഴാണ് ഒരു ത്രെഡ് ക്ലാസ് ആവുന്നത്, ഞാൻ എന്ത് ചെയ്യുക, ഒരു ത്രെഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ത്രെഡ് ടി ഈക്വൽ ടു ന്യൂ ത്രെഡ്. അവിടെ ഞാൻ ആരെ പാസ് ചെയ്യുക, പീനെ പാസ് ചെയ്യുക. നൗ ടി എന്ന് പറയുന്നത് ഒരു ത്രെഡായി മാറി. അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഞാൻ പിക്കകത്ത്, പി എന്ന് പറയുന്ന ആരാണ്, പ്രിന്റിൻ്റെ അകത്ത് ഓയിഡ് റണ്ണിനകത്ത് ഞാൻ എന്ത് എഴുതിയിട്ടുണ്ടോ അത് ആര് ചെയ്യും, ഈ ടി എന്ന് പറയുന്ന ത്രെഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രിന്റ് പിയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രിന്റിന്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ടില്ല, ഒരു ത്രെഡ് ആയിട്ടില്ല. അതെപ്പോഴാണ് ത്രെഡ് ആവുന്നത്, ഞാനൊരു ത്രെഡ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് ആരെ പാസ് ചെയ്യണം, അതിൻ്റെ പ്രിന്റിന്റെ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു ത്രെഡ് കിട്ടും. ആ ത്രെഡ് എന്താ ചെയ്യുന്നത്, പ്രിന്റിന്റെ റണ്ണിനകത്ത് ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഡി ഡോട്ട് സ്റ്റാർട്ടും പി ഡോട്ട് സ്റ്റാർട്ടും, അല്ലെങ്കിൽ സോറി, ഇവിടെ പി എന്ന് പറയുന്നത് ത്രെഡ് ആണോ, അല്ല. അവിടെ എന്താ കൊടുക്കേണ്ടത്, ടി ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇത്രയും വെച്ച് ഞാനൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. ജാവാസി ടെസ്റ്റ് ഡോട്ട് ജാവ. ഐ ഒന്നും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല, എല്ലായിടത്തും പോയി ഐ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് ഐ, ഇവിടെയും ഐ പ്രിന്റ് ചെയ്തിട്ട് ഐ ഡിക്ലെയർ ചെയ്തു. ശരി, പിന്നെ ഇവിടെ ഐ ലെസ് ദാൻ, ഓക്കെ, അവിടെ ഐ എന്ന് പറയുന്ന സാധനം എഴുതിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഐ ലെസ് ദാൻ ഈക്വൽ ടു, ശരി. കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഇവിടെ നോക്കുക, ഇനി ഇവിടെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സേ ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്ന ഈവനാണ്, 4 എന്ന് പറയുന്ന ഈവനാണ്. അപ്പം മൾട്ടിപ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്പിൾസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്താണ്, 84 വരെ കഴിഞ്ഞു, 84 കഴിഞ്ഞ് 91 കഴിഞ്ഞു, 98 കഴിഞ്ഞു. 98 കഴിഞ്ഞിട്ട് വീണ്ടും 7ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടോ, ഇല്ല. അപ്പം എവിടെ എത്തിയിട്ടേ ഉള്ളൂ, ഈവൻ എവിടെ എത്തിയിട്ടേ ഉള്ളൂ, 30 വരെ എത്തിയിട്ടേ ഉള്ളൂ. 30 വരെ എത്തിയിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്യാണ്, ബാക്കി 30 തൊട്ട് 100 വരെയുള്ള എലമെന്റ്സ് വീണ്ടും ചെയ്തു വരികയാണ്. അപ്പോഴേക്കും ഇപ്പൊ 2 ത്രെഡ് ഉണ്ട്. 2 ത്രെഡിനകത്ത് ഫസ്റ്റ് ത്രെഡ് ഇഷ്ടംപോലെ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാനുണ്ട്. പക്ഷെ സെക്കൻഡ് ഇതിനകത്ത് അങ്ങനെ പ്രിന്റ് ചെയ്യാൻ കുറച്ചേ ഉള്ളൂ. അത് കാരണം എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ത്രെഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ത്രെഡ് പകുതി എത്തിയപ്പോൾ തീർന്നു. അവനങ്ങ് എന്ത് ചെയ്തു, അവനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആൾക്കാർ പല രീതിയിൽ എക്സിറ്റ് ചെയ്ത് പോവാണ്. എൻ്റെ പ്രോഗ്രാമിനകത്ത് എത്ര ത്രെഡ് ഉണ്ടായിരുന്നു, 2 ത്രെഡ് ഉണ്ടായിരുന്നു. ആ 2 ത്രെഡിൽ ഒരു ത്രെഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റവൻ തീർന്ന് പ്രോഗ്രാം എക്സിറ്റ് ആയെന്ന് പറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസസിൽ നമ്മൾ നിങ്ങളുടെ ഒരു അൽഗോരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എ പ്രോഗ്രാം ഷുഡ് ഹാവ് എ സിംഗിൾ എൻട്രി ആൻഡ് എ സിംഗിൾ എക്സിറ്റ്. ഒരു സിംഗിൾ എൻട്രിയും സിംഗിൾ എക്സിറ്റും തന്നെ ആകണമെന്ന്. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ത്രെഡ് സ്റ്റോപ്പ് ചെയ്ത് അവൻ എക്സിറ്റ് ചെയ്ത് പോയി, മറ്റവൻ അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മറ്റവൻ എക്സിറ്റ് ആയി, ഇവൻ എക്സിറ്റ് ആയില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എത്ര എക്സിറ്റ് ഉണ്ട്, 2 എക്സിറ്റ് ഉണ്ട്. ഒരെണ്ണം ഫസ്റ്റ് പ്രോഗ്രാം എക്സിറ്റ്, മൾട്ടിപ്പിൾ ഓഫ് 7 എക്സിറ്റ് ആയി. അതിനുശേഷം ഈവൻ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാം എക്സിറ്റ് ആയി. അപ്പോൾ ഈ പ്രോഗ്രാമിന് എത്ര എക്സിറ്റ് ഉണ്ട്, 2 എക്സിറ്റ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറയാം. ആദ്യം വന്നവനെ പറയാം, മറ്റവന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ത്രെഡ് ആരാണ്, ഡി ഡോട്ട്
ജോയിൻ വിളിക്കുക. സിമിലർലി അടുത്ത ത്രെഡ് ആരാണ്? ടി ഡോട്ട് ജോയിൻ വിളിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിനകത്തുള്ള ത്രെഡ്സുകളെല്ലാം, ഇപ്പൊ എത്ര പേര് ജോയിനകത്തുണ്ട്? 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഡിയും ഉണ്ട്, ടിയും ഉണ്ട്. ഇറ്റ് വിൽ വെയിറ്റ്സ് ഫോർ അതർ ടു എക്സിറ്റ്. അതായത് ഡി എന്ത് ചെയ്യും? ടി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ടി എന്ത് ചെയ്യും? ഡി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജോയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടായി, ജോയിൻ ആയി, 2 ഫംഗ്ഷൻ നമുക്കിപ്പോൾ പഠിക്കാം. സ്റ്റാർട്ട് എന്തിനാ ചെയ്യുന്നത്? ത്രെഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ജോയിൻ എന്ന് പറയുന്നത് എന്താണ്? ജോയിൻ എന്ന് പറയുന്നത് ഒരു ത്രെഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സെഷനകത്തുള്ള ബാക്കി ഏതെങ്കിലും ത്രെഡ്സ് എക്സിറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഒരുമിച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതിൽ നിന്ന് വെളിയിലിറങ്ങത്തുള്ളൂ. ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് വെളിയിലിറങ്ങത്തുള്ളൂ. അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോയിൻ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആൻസർ തെറ്റാണോ? അല്ല. ജോയിൻ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റൊന്നുമില്ല, ആൻസർ നമുക്ക് കിട്ടും. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് എ പെർഫെക്റ്റ് കോഡ് അല്ലെങ്കിൽ ഗുഡ് കോഡ്? നോ. ജോയിൻ എഴുതാത്ത കോഡ് എന്ന് പറയുന്നത് നല്ല കോഡാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് എന്ത് കാണും? മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് കാണും. ഓക്കെ ആണല്ലോ. ഇതാണ് എന്തിൻ്റെ എക്സാമ്പിൾ? ത്രെഡ്, മൾട്ടി ത്രെഡിങ്. 2 ത്രെഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്? 2 മെത്തേഡ് മനസ്സിലായല്ലോ. സാധാരണ റണ്ണബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ത്രെഡ് ആണോ? അല്ല. അത് എപ്പോഴാണ് ത്രെഡ് ആവുന്നത്? നമ്മളൊരു ത്രെഡ് ക്ലാസ് എടുക്കുക, ആ ത്രെഡ് ക്ലാസ്സിനകത്ത് ആരുടെ ഒബ്ജക്റ്റ് പാസ് ചെയ്യുക? റണ്ണബിൾ ഇന്റർഫേസിന്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിഫറെന്റ് വേസ് ടു ഇംപ്ലിമെന്റ് ത്രെഡ് ഇൻ ജാവ. 2 രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്? എക്സ്റ്റെൻസ് ത്രെഡ് ക്ലാസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ ഇന്റർഫേസ്. എന്തിനാണ് സ്റ്റാർട്ട് യൂസ് ചെയ്യുന്നത്? ടു സ്റ്റാർട്ട് എക്സിക്യൂഷൻ ഓഫ് എ ത്രെഡ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ജോയിൻ? സിംഗിൾ എക്സിറ്റ് പോയിന്റ് ആക്കാൻ വേണ്ടിയാണ് ജോയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അടുത്തത് നമ്മൾ ഈ ജോയിൻ യൂസ് ചെയ്യണമെങ്കിൽ, ജോയിൻ എന്ന് പറഞ്ഞൊരു ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം അടിച്ചിരിക്കുന്ന എറർ ഞാൻ കാണിച്ചു തരാം. എറർ എന്ന് പറയുന്നത് ജോയിൻ ഫംഗ്ഷൻ എഴുതിയത് ഇങ്ങനെയാണ്. അത് അവരെ എഴുതിയിരിക്കുന്നത്, അതായത് ത്രെഡിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യം പറഞ്ഞുതരാം. ജോയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. throws interrupted exception. ഇങ്ങനെയാണ് ത്രെഡ് ക്ലാസ്സിനകത്ത് ജോയിൻ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ഈ ജോയിൻ ഫംഗ്ഷൻ എന്തടിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ അത് ഏതിനകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻസൈഡ് ട്രൈ ക്യാച്ചിനകത്ത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ട്രൈ, ഇത്രയും കാര്യങ്ങൾ ഏതിനകത്ത് എഴുതുക? ട്രൈ ക്യാച്ചിനകത്ത് എഴുതുക. ട്രൈക്കകത്ത് എഴുതുക. ദെൻ ക്യാച്ച് എന്ത് എക്സെപ്ഷനാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്? നമ്മൾ പുതിയൊരു എക്സെപ്ഷൻ പഠിച്ചു. ആ എക്സെപ്ഷൻ്റെ പേരെന്താണ്? ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ. ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ ഇ എന്ത് എഴുതുക? അതിൻ്റെ മെസ്സേജ് എന്താണെന്നുള്ള കാര്യം എഴുതുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഇ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. ശരി, അപ്പോൾ ഇതാണ് ജോയിൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ജോയിൻ ഫംഗ്ഷൻ എന്ത് എറർ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്? ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ജോയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തിനകത്ത് മാത്രമേ എഴുതാവൂ? ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് മാത്രമേ എഴുതാവൂ. റൺ ചെയ്ത് നോക്കാം. ട്രൈ കഴിഞ്ഞിട്ട് എറർ ഒന്നുമില്ല. ഞാൻ റൺ ചെയ്യാണ്. ജാവ ടെസ്റ്റ്. ഓക്കെ, നേരത്തെ ഔട്ട്പുട്ടൊക്കെ നേരത്തെ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ അതെന്ത് ചെയ്യും? ഈ 7 ചെയ്തതിന് ശേഷം അവൻ എന്ത് ചെയ്യും? മറ്റവന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് 2 പേരും കൂടെ ഒരുമിച്ച് എക്സിറ്റ് ആവും.